ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ 6 മാസത്തിനിടെ നടത്തിയ പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാടാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാട്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാട്. കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. അതുപോലെ നറോറ ആണവോർജ്ജ നിലയമാണെങ്കിൽ ഉത്തർപ്രദേശാണ്. കൈഗ ആണവോർജ്ജ നിലയം കർണാടക, നറോറ ഉത്തർപ്രദേശ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പാലക്കാടാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? പാലക്കാട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാലും ചിൽക്ക തടാകമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാലോ അത് വൂളാർ തടാകമാണ്. വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക, ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകമാണ്. എന്നാൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ്. ഭൂപടത്തിൽ കൃഷിസ്ഥലത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? മഞ്ഞ. ഭൂപടത്തിൽ കൃഷിസ്ഥലത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. സ്കർവി രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ സി. ഇവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വിറ്റാമിൻ എന്നാണ് കേട്ടോ. സ്കർവി രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ സി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. സ്കർവി രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ സി. അതുപോലെ തന്നെ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവമാണ്. മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം 1993. മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1993. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശും ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമാണ്. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? മീററ്റിലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ? മീററ്റ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏത്? ബംഗാളി ഭാഷയാണ്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. എന്താണ്? ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഏതാണ്? റിട്ടുകളാണ് അല്ലേ? റിട്ടുകൾ. ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഗംഗാ നദിയാണ്. ഗംഗാ നദി. ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. എന്നാൽ ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? ചിൽക്ക തടാകം. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതെന്നാണ്? ജൂൺ 5. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയും ഏറ്റവും വലിയ നദി പെരിയാറുമാണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നതെന്ന്?
ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നതെന്നാണ് ഫെബ്രുവരി 28. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? രാജാറാം മോഹൻ റായ്. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത്? 1905. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. എന്നാൽ ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷമോ 1911. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവും പിൻവലിച്ചതാരാണ്? ഹാർഡിഞ്ച് സെക്കൻഡുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ബോംബെ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ബോംബെ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം രാജാറാം മോഹൻ റായ് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റായ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത്? 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. ഭാവിയുടെ ഇന്ധനം എന്ന് അറിയപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനം എന്ന് അറിയപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. മാവേലി നാടു വാണിടും കാലം എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ട് രചിച്ചതാര്? വൈലോപ്പിള്ളി. മാവേലി നാടു വാണിടും കാലം എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ട് രചിച്ചതാര്? വൈലോപ്പിള്ളി. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10. പട്ടിണി ജാഥ നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? AK ഗോപാലൻ അല്ലെങ്കിൽ AKG. പട്ടിണി ജാഥ നയിച്ച വ്യക്തി ആരാണ്? AK ഗോപാലൻ അല്ലെങ്കിൽ AKG. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂരാണ്. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കാലയളവ് ഏത്? ഉത്തരം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. സംയോജിത ശിശു വികസന പദ്ധതി ICDS ആരംഭിച്ച വർഷം ഏത്? 1975. സംയോജിത ശിശു വികസന പദ്ധതി ICDS ആരംഭിച്ച വർഷം 1975. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂനെയിലാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂനെ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ WHO ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജനീവയിലാണ്. പക്ഷിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? വൈറസ്. കേരളത്തിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് നിലവിൽ വന്നത്? തെന്മല. കേരളത്തിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? തെന്മല. സ്ത്രീ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആര്? പണ്ഡിത രമാബായ്. സ്ത്രീ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആര്? പണ്ഡിത രമാബായ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ബംഗാൾ. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഇരവിപേരൂർ. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? ഇരവിപേരൂർ. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലായുള്ള ജില്ല ഏത്? എറണാകുളം. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലായുള്ള ജില്ല ഏതാണ്? എറണാകുളം. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? നീണ്ടകരയാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നീണ്ടകര. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂരാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. അതുപോലെ കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയും കണ്ണൂരാണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1931. ഇതിന് നമ്മുടെ ചാനലിൽ തന്നെ നമ്മളൊരു കോഡ് പരിചയപ്പെടുത്തിയിരുന്നു. 1930, 31, 32 വർഷങ്ങളിലാണ് ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഈ 3
പ്രക്ഷോഭങ്ങളും നടന്നിട്ടുള്ളത്. ഇത് പഠിക്കാനായിട്ട് ഉഗുനി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. ഇന്ത്യയുടെ ദേശീയ നദിയായി അറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയായി അറിയപ്പെടുന്ന നദി ഗംഗ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 1931. ലണ്ടനിൽ വെച്ചാണ് 3 വട്ടമേശ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത്. 1930, 31, 32 എന്നീ 3 വർഷങ്ങളിലാണ് ലണ്ടനിൽ വെച്ച് വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം 1931 വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. താഴെ തന്നതിൽ അലൂമിനിയത്തിൻ്റെ അയിരേത്? ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിരേതാണ്? ബോക്സൈറ്റ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. റിക്കറ്റ്സ് രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ ഡി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ സിയുടെ അഭാവമാണ്. എന്നാൽ സ്കർവി രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ സിയുടെ അഭാവമാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. വില്ലുവണ്ടി സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. ലണ്ടനിൽ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ആര്? BR അംബേദ്കർ. ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു നടന്നത്? 1930, 31, 32. ഇതിൽ ഗാന്ധിജി പങ്കെടുത്തത് 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ആനി ബസന്റ്. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആര്? ബാലഗംഗാധര തിലക്. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആര്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1930. ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം 1930, 31, 32. ഉഗ്ഗുനി എന്ന പേരിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. അയിത്ത നിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ 17. അയിത്ത നിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 17. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്നാണ്? നവംബർ 26. കേരളത്തിൻ്റെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? വീണ ജോർജ്. കേരളത്തിൻ്റെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? വീണ ജോർജ്. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്ന നദി? ബ്രഹ്മപുത്ര. ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗയിലാണ്, 2 ബ്രഹ്മപുത്രയിലുമാണ്. 2023 G20 സമ്മേളനത്തിന് വേദിയായ രാജ്യം ഇന്ത്യ. 2023 G20 സമ്മേളനത്തിന് വേദിയായ രാജ്യം ഇന്ത്യ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഭരണഘടനയിലെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതുകൊണ്ട് തന്നെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആര്? പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആര്? പ്രസിഡന്റ്. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പയ്യന്നൂർ. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പയ്യന്നൂർ. 2023 ഹോക്കി ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ.
ഇന്ത്യയിലെ ഒഡീഷയിൽ വെച്ചിട്ടാണ് 2023 ഹോക്കി ലോകകപ്പിന് വേദിയായത്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോഴിക്കോട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ കോഴിക്കോട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. അപ്പോൾ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ കോഴിക്കോടും തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ആര്? സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ടൈഫോയിഡ് സ്ഥിരീകരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രോഗനിർണയ രീതി ഏത്? വൈഡൽ ടെസ്റ്റാണ്. ടൈഫോയിഡ് രോഗ സ്ഥിരീകരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രോഗനിർണയ രീതി ഏതാണ്? വൈഡൽ ടെസ്റ്റ്. ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 12. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന അംഗങ്ങളുടെ എണ്ണം 12. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്ത്? ത്രികോണാകൃതിയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണം. ഇന്ത്യയുടെ പ്രസിഡൻ്റായി മത്സരിക്കുന്നതിന് എത്ര വയസ്സ് പൂർത്തിയാകണം? 35 വയസ്സാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റായി മത്സരിക്കുന്നതിന് എത്ര വയസ്സ് പൂർത്തിയാകണം? 35. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി KR നാരായണനാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി KR നാരായണൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 19. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിരോധനമാണ്. ആർട്ടിക്കിൾ 19 ആണെങ്കിൽ മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 22-നാണ്. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ല ഏത്? വയനാടാണ്. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ല വയനാടും കൂടുതലുള്ള ജില്ല എറണാകുളവുമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ ഏറ്റവും കൂടുതൽ തവണ നടന്ന നഗരം ഏത്? ഉത്തരം കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ ഏറ്റവും കൂടുതൽ തവണ നടന്ന നഗരം കൊൽക്കത്തയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ അധ്യക്ഷൻ ആര്? ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ആൻ്റോണിയോ ഗുട്ടറസ്. ഇദ്ദേഹം പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ അധ്യക്ഷൻ ആൻ്റോണിയോ ഗുട്ടറസ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ. ഇതൊരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഇതൊരുപാട് തവണ PSC ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒരുപാട് തവണ ആവർത്തിച്ച 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് മുമ്പേ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും വരുന്ന പരീക്ഷകൾക്ക് ഇനി വരാനിരിക്കുന്ന LDC അതുപോലെ ഖാദി ബോർഡ് LDCയുടെ പ്രിലിമിനറിക്കൊക്കെ ഈ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് തന്നെ പോവുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.